കാലങ്ങളായിട്ട് എൻ്റെ വീട്ടിലുള്ള ഒരു ശംഖാണ് കേട്ടോ ഇത്. പക്ഷെ ഇതിങ്ങനെ പൊട്ടി ആകെ വൃത്തികേടായിട്ട് ഇരിക്കണതുകൊണ്ട് തന്നെ ആർക്കും വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ വാൾപുട്ടി പേസ്റ്റ് ബാക്കി വന്നപ്പോൾ ഇതിനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ടൈമിലാണ് ഇതിൻ്റെ കണ്ടുപെട്ടത്. അന്നേരം എനിക്ക് ഒരേ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, വാൾപുട്ടി പേസ്റ്റ് എങ്ങനെയും തീർക്കണം എന്നുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ അത് തേച്ച് ഇതാക്കി എടുത്തത്. പക്ഷെ ഉണങ്ങി കൈ കിട്ടിയപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുള്ള ഒരു അന്തം ഉണ്ടായിരുന്നില്ല. പിന്നെ ശംഖ് എന്ന് പറയുമ്പോൾ ബീച്ചാണല്ലോ ഓർമ്മ വരിക. അപ്പോൾ ബ്ലൂ കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് ഡാർക്ക് ഷെയ്ഡിലേക്ക് വരണ പോലെ ബ്ലൂ കളറൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കൺഫ്യൂഷനായി, ഇനി ഇതിലെന്ത് ചെയ്യും, എന്ത് പണിയെന്നുള്ളൊരിതായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മുത്തൊക്കെ എടുത്ത് ഈ പശയും കൊണ്ട് ഒട്ടിച്ചു കൊടുത്തു. ഈ പശ നല്ലതാട്ടോ, അതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടെ. ഞാൻ ഈ ഫോട്ടോ കാണിച്ചിട്ട് വാങ്ങിക്കുക ചെയ്യാറ്. നമ്പറൊക്കെ എഴുതി വെച്ചിട്ട് ഇതിൻ്റെ പേരൊന്നും തേങ്ങയെന്നാണ്. ഇതിലിപ്പോൾ ഈ മുത്തൊട്ടിക്കലാണ് കുറച്ച് പണി. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ മുത്ത് നമ്മൾ പെറുക്കി എടുത്ത് ഒട്ടിക്കണം. അതൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. ഒരു 1.5 മണിക്കൂർ നമുക്ക് അതിന് തന്നെ പോകും. പക്ഷെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി 1.5 മണിക്കൂർ ഇപ്പോൾ ഇരുന്ന എന്താ അതിനുള്ള മുതലുണ്ട് എന്ന്. ശരിക്കും അതിനുള്ള മുതലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുന്നുണ്ട്. എനിക്ക് എന്തായാലും നല്ല പോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. കൂടെ കൂടുകൊണ്ട് ഇഷ്ടമായ